അത് നിങ്ങൾ ഈ ആലുവ ഗ്യാങ് എപ്പോഴാണ് ഫോം ചെയ്തത്? നിങ്ങൾ ഈ ഫ്രണ്ട്സ് എല്ലാവരും മീറ്റ് ചെയ്തത്? എനിക്ക് ബാക്കിയുള്ളവർക്ക് ഞാൻ അറിയാമായിരിക്കും, എനിക്കറിയില്ല. ഞാനും കിച്ചു ഒരു സ്കൂളിലാണ് ആ, പഠിച്ചത്. കിച്ചു അൽഫോൺസ് ശബരി ഒരു കോളേജിലാണ് പഠിച്ചത്. ഓക്കെ. ഞാനും അൽഫോൺസും ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ കളിക്കുമായിരുന്നു. ആ, അൽഫോൺസും നിവിനും സിജും ഒരു പാരിഷിലെ ആൾക്കാരായിരുന്നു. ഇങ്ങനെയൊക്കെയാണത്. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരു പല സന്ദർഭങ്ങളിൽ ഒരു ഒരു ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഗോബൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് സിനിമയുടെ താല്പര്യമുള്ളവർ മാത്രമായിട്ട് ഒരു സെറ്റ് ആൾക്കാർ അവിടെ സ്ഥിരമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് ഞങ്ങളങ്ങനെ ഫോം ആയതാണ്. പിന്നെ അൽഫോൺസ് ശബരി എല്ലാം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ അൽഫോൺസിനെ പിന്നെ ഞാൻ കാണുന്നതിന് മുമ്പ് അൽഫോൺസ് ഓൾറെഡി ചെന്നൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ശബരി പോയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളതാണ് ഇപ്പോൾ വിഷ്ണു ഗോവിന്ദ് ശങ്കർ എന്നൊക്കെ പറഞ്ഞപ്പോൾ സൗണ്ട് ഫാക്ടറി ഇപ്പോൾ എല്ലാ സിനിമയുടെയും സൗണ്ട് ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നാഷണൽ അവാർഡെല്ലാം കിട്ടിയ ഷർഫുവിൻ്റെ ചോയ്സസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആർക്കറിയാൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇത്തിരി ട്രിക്കിയാണേ. ഒരു വശത്ത് ബിജു മേനൻ, മറുവശത്ത് പാർവതി, രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ക്യാരക്ടേഴ്സും അതിൻ്റെ ഇടയ്ക്ക് പെടുന്ന ഒരു പാമ്പഞ്ച്. അതെ അതെ അതൊരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. അത് പൊതുവെ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ മടിക്കുന്ന ക്യാരക്ടറാണ്. ഷർഫുന് എന്താണ് അത് നീലായത്? ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സാൻചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്, സാൻചേട്ടാ കുറച്ചും കൂടി നമുക്ക് ഡയലോഗ് കുറയ്ക്കാം ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇയാളുടെ മനസ്സിലുള്ള ഡയലോഗ്സ് പുറത്ത് തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു കമൻറ്റ്. കാരണം എനിക്ക് അയാൾ പോകുന്ന ഒരു ട്രോമ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതിൻ്റെ കഥ പറഞ്ഞപ്പോഴും വായിച്ചപ്പോഴും എല്ലാം. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനത് ചെയ്യില്ല എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല. കാരണം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഒന്ന് ബിജു മേനോൻ, പാർവതി, പിന്നെ സാൻചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ അതിനു മുമ്പ് അറിയില്ല. പക്ഷേ അങ്ങനെ എനിക്ക് അൽഫോൺസിന് ശേഷം ഞാൻ ഇങ്ങനെ അതുപോലെയൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയൊക്കെ പെരുമാറുന്ന ഒരു മനുഷ്യനെ കണ്ടതാണ് സാൻചേട്ടനെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അത് ഭയങ്കര എനിക്ക് ആ പുള്ളീൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമുക്ക് ചില സ്കൂളുകളല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അമലേട്ടൻ്റെ അടുത്ത് പോയി വർക്ക് ചെയ്തു, അൽഫോൺസിൻ്റെ കൂടെ വർക്ക് ചെയ്തു, സാൻചേട്ടൻ, അങ്ങനെ കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്.